യുഎസ് യുദ്ധവിമാനങ്ങളെ നേരിടാൻ പുതുതായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിച്ചതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ABC ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ യുഎസ് വിമാനങ്ങളെ കണ്ടെത്തി ലക്ഷ്യം വെക്കുന്നത്. ഇറാന്റെ മാജിദ് തേർഡ് ഗോർദാദ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാകാം ഇതിന് പിന്നിൽ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2021 ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ മാജിദ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് റഡാറുകളെ ആശ്രയിക്കുന്നില്ല എന്നതാണ്. പകരം പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കാത്തതിനാൽ ശത്രുവിമാനങ്ങളിലെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് മാജിദിന്റെ ആക്രമണങ്ങളെ മുൻകൂട്ടി അറിയാൻ പോലും സാധിക്കില്ല. മാർച്ച് 19 അമേരിക്കയുടെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-35 ആക്രമിച്ചതിനു പിന്നിലും മാജിദ് സിസ്റ്റമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയാണ് മാജിദ് പ്രധാനമായും ആക്രമിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് നൂതന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഭീഷണിയാകുന്നത് എന്ന് പരിശോധിക്കാം. സിമ്പിളായി പറഞ്ഞാൽ വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള ചൂട് അഥവാ തെർമൽ എനർജിയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ആശ്രയിക്കുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് റഡാറുകളെ കബളിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലും തെർമൽ എനർജിയെ മറച്ചുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സോഫ്റ്റ്വെയർ പരമായും ഹാർഡ്വെയർ പരമായും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അതിനൂതനമാണ്. ആധുനിക റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഏതാക്രമണവും നടത്താൻ അവയ്ക്ക് സാധിക്കും. പക്ഷേ വിമാനങ്ങളുടെ അതിവേഗത്തിലുള്ള പറക്കലിന് സഹായിക്കുന്ന തെർമൽ എനർജിയെ മറച്ചുപിടിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പഴുതാണ് ഇറാൻ മുതലെടുത്തത്. മാജിദ് സംവിധാനം ട്രാക്ക് ചെയ്യുന്നത് ആ തെർമൽ എനർജിയാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ മിസൈൽ അയച്ച് ശത്രുവിന്റെ വിമാനവും ഡ്രോണുമൊക്കെ അടിച്ചിടും. മാജിദ് സംവിധാനത്തിന്റെ പ്രത്യേകത അതിന്റെ ആക്രമണം യുദ്ധവിമാനങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല എന്നതാണ്. മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സാധാരണയായി ഉപയോഗിക്കുന്നത് റഡാറുകളെയാണ്. അതിൽ നിന്ന് സിഗ്നലുകളും പുറത്തേക്ക് പോകും. ഇതിനെ ട്രാക്ക് ചെയ്താണ് യുദ്ധവിമാനങ്ങൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ മാജിദ് ഒരു സിഗ്നലും പുറത്തേക്ക് അയക്കില്ല, നിരീക്ഷിക്കുക മാത്രമേ ചെയ്യൂ. യുദ്ധവിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ പ്രോക്സിമിറ്റി ഫ്യൂസ് ആണ് മാജിദ് ഉപയോഗിക്കുന്നത്. അതായത് ശത്രുവിന്റെ വിമാനത്തിൽ കൃത്യമായി പതിക്കണമെന്നില്ല. ലക്ഷ്യത്തിനടുത്തെത്തി കഴിഞ്ഞാൽ ഈ മിസൈലുകൾ പൊട്ടിത്തെറിക്കും.